ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കാർത്തിക്കുട്ടിക്ക് ഒരു ബർഗർ കഴിക്കണമെന്ന് കൊതിയായിട്ട് അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ബർഗറിൽ കൂടുതലും മയോണൈസും ഒക്കെ അടങ്ങുന്നതല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടൊരു ബർഗർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ക്യാരറ്റും ഒരു സവാളയും കൂടി ഇങ്ങനെ ചോപ്പറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ് ഈ ചോപ്പർ കേട്ടോ. പക്ഷേ ഹാവൽസിൻ്റെ ആണ് പ്രോഡക്റ്റ് എങ്കിലും ഇതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഭയങ്കരമായിട്ടും എനിക്ക് തോന്നുന്നു വോൾട്ടേജ് കൂടിയതാണെന്ന് തോന്നുന്നു. നമ്മൾ കറണ്ടിലോട്ട് കുത്തുമ്പോൾ തന്നെ അതങ്ങ് അടിച്ചു പോകും. പക്ഷേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ, കൊള്ളാം. അപ്പം ഞാൻ ഈ ക്യാരറ്റും സവാളയും മല്ലിയിലയും അടിച്ചെടുത്തതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മാത്രമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ബട്ടറും. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഗർ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞു മക്കൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ബന്ന് മൈദയാണ്, അത്ര ഹെൽത്തി ഒന്നും അല്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കില്ല. അപ്പം ഞാനൊരു ഇച്ചിരി ബട്ടറും എല്ലാത്തിൻ്റെയും പിന്നെ ഈ ബന്നിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ രണ്ടായിട്ട് മുറിച്ച് ചീസും കൂടെ ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. എൻ്റെ ചീസ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് ഒരു മെഷീൻ കേട്ടോ. ഇത് കുത്തിയപ്പോഴാണ് നമ്മുടെ കറണ്ട് എപ്പോഴും അടിച്ചു പോകുന്നത് കേട്ടോ. കുറേ നാൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഞാൻ വല്ലപ്പോഴും അല്ലേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വോൾട്ടേജ് നന്നായിട്ട് ഇതിന് വേണം കേട്ടോ. എന്താണെന്നറിയില്ല. ഇനിയും ഇനിയും ഇത് ഒന്നും കൂടി ഒന്ന് സർവീസിന് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ വെള്ള എള്ളൊക്കെ വെച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളും ഈ വെള്ള എള്ളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ വെള്ള എള്ള് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് വെള്ള എള്ള് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇതൊന്ന് എൻ്റെ മെഷീൻ എന്നെ ചതിച്ചപ്പോൾ ഞാൻ ദോശപ്പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ബാക്കി ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വെജിറ്റബിളൊക്കെ അത്രയും വേവണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. സത്യം പറയാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബുൾസയൊക്കെ ഇതിനകത്ത് വെക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഉണ്ടാകും കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മുട്ട പൊതുവെ കാർത്തിക്കുട്ടിക്ക് ഇഷ്ടമല്ല, എങ്കിലും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവളൊന്ന് ട്രൈ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ബർഗർ മറ്റേ ആ മെഷീനിൽ വെച്ചപ്പോഴാണ് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയത് കേട്ടോ. പിന്നെ ഞാൻ പുതിയൊരെണ്ണം കൂടി എടുത്തിട്ട് ഒരു ബർഗർ വലുതായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ബർഗർ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ടാറ്റാ.